ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് കവി കെ സച്ചിദാനന്ദൻ ഒരു പൈസയും വാങ്ങാതെ താൻ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടെന്നായിരുന്നു മറുപടി. അതേസമയം ചുള്ളിക്കാടിനെ പിന്തുണച്ച് സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ രംഗത്തെത്തി. ചുള്ളിക്കാടിനുണ്ടായ അനുഭവത്തിൽ ഖേദിക്കുന്നുവെന്നും അശോകൻ ചെരുവിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, സാഹിത്യകാരന്മാർ തമ്മിലുള്ള അടി അതിൽ പുതുമയില്ല. പക്ഷേ ഇവിടെ സച്ചിദാനന്ദൻ, കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ, അദ്ദേഹവും അതുപോലെ അറിയപ്പെടുന്ന കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടുമാണ് ഇപ്പോൾ ഏറ്റുമുട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത്, അതായത് വിവിധ കോണുകളിൽ നിന്നുള്ള ഇടപെടലുകൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കെ സച്ചിദാനന്ദൻ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുള്ള, പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റ് പിൻവലിച്ചത് എന്ന് തോന്നുന്നു. അനിൽ നമ്പ്യാർ, കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉയർത്തിവിട്ട സാഹിത്യ അക്കാദമിയിലെ യാത്രാപ്പടി വിവാദം അത് വീണ്ടും ചർച്ചയാകുകയും സാഹിത്യ അക്കാദമിക്കുള്ളിലെ അതൃപ്തി തന്നെ ഇപ്പോൾ മറനീക്കി പുറത്തു വരികയും ചെയ്യുകയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സാഹിത്യ അക്കാദമിക്കുള്ളിൽ വലിയ അതൃപ്തി ഉടലെടുത്തിരുന്നു. ഈ കാര്യമല്ലെങ്കിലും പല കാര്യങ്ങളിൽ സാഹിത്യ അക്കാദമിക്കുള്ളിൽ അതൃപ്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിപ്പോൾ കൂടുതൽ ചർച്ചയാകുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും സാഹിത്യ അക്കാദമി ചെയർമാൻ ഇത്തരത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ വിമർശിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് 3:30 കൂടിയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രധാനമായും ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഒരുപാട് പേരുടെ പ്രയത്നമാണ് അക്കാദമിയുടെ സാഹിത്യോത്സവം ഒരു വലിയ വിജയമാക്കി തീർത്തത്. ആർക്കെങ്കിലും യാത്രാപ്പടിയെക്കുറിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ അത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ് ശരിയായ വഴി. അങ്ങനെ വന്നാൽ പരാതികളെല്ലാം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പാവം ഉദ്യോഗസ്ഥ നിയമം യാന്ത്രികമായി പിന്തുടർന്നത് മാത്രമാണ് ചില പരാതികൾക്ക് കാരണമായതെന്നാണ് ഇത്തരത്തിൽ ഈ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ടും ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ വിമർശിച്ചുകൊണ്ടും സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. പക്ഷേ ഈ കുറിപ്പ് വളരെ ചർച്ചയാകുകയും മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം കുറിപ്പ് ഫേസ്ബുക്ക് പേജിൽ നിന്നും, അദ്ദേഹത്തിന്റെ പേജിൽ നിന്നും അപ്രത്യക്ഷമായി. അനിൽ നമ്പ്യാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കോണുകളിൽ നിന്നുള്ള ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം പറയേണ്ടി വരും. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച രാവിലെ മുതൽ നടക്കുകയാണെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മന്ത്രി ഒന്നും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ വിവാദം ഇവിടെ തന്നെ അവസാനിപ്പിക്കുക, ഇത് കൂടുതൽ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ചന്തു, മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം തൃശ്ശൂരിൽ പ്രതികരിച്ചിട്ടുണ്ട്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, അതായത് സച്ചിദാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി ആ വിഷയം അവസാനിച്ചു. താൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി സംസാരിച്ചിരുന്നു. സാഹിത്യകാരന്മാർക്ക് മറ്റ് കലാകാരന്മാർക്ക് ലഭിക്കുന്നത് പോലെ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരിഭവം ബാലചന്ദ്രൻ ചുള്ളിക്കാട് പങ്കുവച്ചു. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് ഉറപ്പ് നൽകിയതായി മന്ത്രി പറയുന്നു. അദ്ദേഹത്തിൻ്റേത് 1000 രൂപയുടെ പ്രശ്നമല്ല, അതൊരു പൊതു വിമർശനമാണ്. പറ്റിയ തെറ്റ് സാഹിത്യ അക്കാദമി തന്നെ തിരുത്തിയിട്ടുണ്ട്. സച്ചിദാനന്ദൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പറയാൻ താൻ ആളല്ല എന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തൃശ്ശൂരിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അനിൽ നമ്പ്യാർ, അപ്പോൾ തീർച്ചയായും നമുക്ക് സർക്കാരിന്റെ നിലപാട് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ വിവാദം ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ സർക്കാരിന് താല്പര്യമില്ല. കാരണം നേരത്തെ തന്നെ MT വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി നടത്തിയ വിമർശനമൊക്കെ സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോൾ സാഹിത്യ മേഖലയിൽ നിന്നും ഉയർന്നു വരുന്ന ഇത്തരം വിമർശനങ്ങൾ അത് സർക്കാരിനെ കാര്യമായി ബാധിക്കും. അവരുടെ പ്രവർത്തനത്തെ തന്നെ ഈ പൊതുജനങ്ങൾ കൂടുതൽ ഈ വിമർശനങ്ങൾ, സാഹിത്യകാരന്മാർ നടത്തുന്ന വിമർശനങ്ങൾ നോക്കിക്കാണുന്നു എന്നതൊക്കെ കണക്കിലെടുത്ത് ഇത്തരം വിമർശനങ്ങളിലേക്ക് പോകാൻ സ്വാഭാവികമായും സർക്കാരിന് താല്പര്യമില്ലായിരിക്കും. ആ സാഹചര്യത്തിലായിരിക്കും മന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തി. എന്നാലും മന്ത്രിയുടെ പ്രതികരണം വൈകിയെങ്കിലും എത്തിയിട്ടുണ്ട് എന്ന കാര്യം ആശ്വാസകരമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിമർശനങ്ങൾ സാഹിത്യ അക്കാദമിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. വൈസ് ചെയർമാൻ അശോകൻ ചെരുവിലടക്കം ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പിന്താങ്ങി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ അതൃപ്തി വരും ദിവസങ്ങളിലും ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അനിൽ നമ്പ്യാർ.